എക്സാം കാപ്സ്യൂൾ. എക്സാം കാപ്സ്യൂളിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. KAS പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷമുള്ള സുപ്രധാന ഘട്ടമാണ് മെയിൻ പരീക്ഷ. മെയിൻ പരീക്ഷയിലെ പേപ്പർ 2 കുറിച്ച് എംലേൺ അക്കാദമി ഫൗണ്ടറും CEOയുമായ ശ്രീ KA മുനീർ സംസാരിക്കുന്നു. 2025 ഒക്ടോബർ 17-18 തീയതികളിലായി KSന്റെ മെയിൻ എക്സാമിനേഷൻ നടക്കാനിരിക്കുകയാണല്ലോ. മെയിൻ എക്സാമിനേഷൻ്റെ പേപ്പർ 2 ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 100 മാർക്കിനുള്ള 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനാണ് മെയിൻ എക്സാമിനേഷൻ. പേപ്പർ 2 പ്രധാനമായും വരുന്നത് 3 ഭാഗങ്ങളാണ്. 1. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. 2. സയൻസ് ആൻഡ് ടെക്നോളജി. 3. കറണ്ട് ഇഷ്യൂസ് ഇൻ ഗിവൺ ടോപ്പിക്. ഈ 3 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് 100 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ഒന്നാമത്തെ ഭാഗം വളരെ വിശദമായി കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. പ്രിലിമിനറി എക്സാമിനേഷനിൽ കാണുന്ന അതേ സിലബസ് തന്നെയാണ് മെയിൻ എക്സാമിനേഷനിലും ഉള്ളത്. പക്ഷേ കോൺസെപ്റ്റുകളിൽ ക്ലാരിറ്റി ഉണ്ടാവുകയും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുകയുമാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇനി ഇത് പഠിക്കാൻ ഉപയോഗിക്കേണ്ട സോഴ്സുകൾ എന്തൊക്കെയാണ്, മെറ്റീരിയൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പൊളിറ്റി പഠിക്കുന്നതിന് വേണ്ടി NCERT +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകം ഉപയോഗിക്കാം. ഏറ്റവും നല്ല ഭാഷയിൽ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. +1 ടെക്സ്റ്റ് ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി 2 എണ്ണമുണ്ട്. പൊളിറ്റിയുമായി ബന്ധപ്പെട്ട 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ഫിലോസഫി പറയുന്നതാണ്. ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ പുസ്തകത്തിനേക്കാൾ നമുക്ക് ഉപകാരപ്പെടുക ആദ്യം പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകം തന്നെയാണ്. പൊളിറ്റി പഠിക്കാവുന്ന രണ്ടാമത്തെ സോഴ്സ് എന്നത് സിവിൽ സർവീസ് പരീക്ഷയിലൊക്കെ നാം ഉപയോഗിക്കാറുള്ള ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകമാണ്. ലക്ഷ്മികാന്തിന്റെ തന്നെ ഗവേണൻസ് എന്ന പുസ്തകവും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ന്യൂസ് പേപ്പറിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഭാഗം സാധാരണ PSC പരീക്ഷകളിൽ വ്യത്യസ്തമായി UPSCയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിക്കേണ്ട ഒരു ഏരിയയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ എന്നത് ശങ്കർ IASന്റെ എൻവിറോൺമെന്റ് എന്ന ടെക്സ്റ്റ് ബുക്കാണ് ഒന്ന്. പിന്നെ ഇതിൽ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒത്തിരി റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ള കാർഗിൽ റിപ്പോർട്ടുകളൊക്കെ, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അതിൻ്റെ ജെന്യൂനായിട്ട് കൃത്യമായി എടുത്ത് വായിച്ചു മനസ്സിലാക്കുകയും ഇതിൻ്റെ ന്യൂസുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയും വേണം. നമ്മുടെ മറ്റൊരു സോഴ്സ് എന്നത് ഗവൺമെൻറ് വെബ്സൈറ്റുകളാണ്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയും പൊളിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് വേണ്ടത്. ഇതിൽ സാധാരണ PSCക്ക് പഠിക്കാറുള്ളത് പോലെ ചോദ്യം ഉത്തരം എന്ന രീതികൾക്കപ്പുറമായി കോൺസെപ്ച്വൽ ലെവലിലാണ് പഠിക്കേണ്ടത്. മാത്രവുമല്ല എല്ലാ കാര്യങ്ങളെയും കറണ്ട് അഫയേഴ്സിനെയെല്ലാം നാം അപ്രോച്ച് ചെയ്യേണ്ടത് വാട്ട്, ഹൗ, വൈ എന്ന ഒരു ആസ്പെക്റ്റിൽ കൂടിയാണ്. എക്സാം കാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ KAS മെയിൻ പരീക്ഷയിലെ പേപ്പർ 2 കുറിച്ചാണ് കോമ്പീറ്റൻസി സ്ട്രാറ്റജിസ്റ്റ് ശ്രീ KA മുനീർ സംസാരിച്ചത്. അടുത്ത എപ്പിസോഡിൽ മെയിൻ പരീക്ഷയിലെ പേപ്പർ 3 കുറിച്ച് അദ്ദേഹം സംസാരിക്കും. എക്സാം കാപ്സ്യൂൾ.